എനിക്ക് ഒന്നാമത് ഓവർ വെയിറ്റ് ആയിരുന്നു. കുറേ പ്രഗ്നൻസി അതിനുശേഷം ഡെലിവറി എല്ലാം കഴിഞ്ഞ ശേഷം അങ്ങനെ വെയിറ്റ് കൂടിയതല്ലാതെ പിന്നെ കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തൊക്കെയോ ഡയറ്റുകളെല്ലാം ഞാൻ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. എനിക്ക് ബോഡി ഹീറ്റ് ഓവറാകണ, ഈ ജോയിൻസ് എല്ലാം ഭയങ്കര പെയിനായിരുന്നു. വിരൽ മടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഭയങ്കര ഇഷ്യൂസുകളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചിരിക്കാൻ തന്നെ മറന്ന് കുറേ വർഷങ്ങൾ ഇരുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. മക്കളുടെ അടുത്ത് പറയും, ഞാൻ ചിരിച്ചിട്ട് എത്രയോ കാലമായ പോലെ എനിക്കൊരു ഫീല് തോന്നുന്നു പറയും. ബേക്കറി ഐറ്റം ഒന്നും സാധാരണ എടുക്കാറില്ല. വീട്ടിൽ തന്നെ ഞാൻ തന്നെ എല്ലാം കുക്ക് ചെയ്ത് ഞാൻ തന്നെ എല്ലാം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അടുക്കളയിൽ കയറുന്നത് തന്നെ വെറുപ്പായി പോയൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ എത്ര ഹെൽത്തി ആയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വെയിറ്റ് കുറയണില്ല. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പെയിൻ കില്ലർ തരും, ഇല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഇടും. അതോടെ കഴിഞ്ഞു. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് അത് വന്നുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് മോളുടെ കല്യാണങ്ങളും തിരക്കുകളും അതിൻ്റെ ഭയങ്കര ഇറിറ്റേഷൻ, മനസ്സ് ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് തോന്നുമായിരിക്കും, ഇല്ല എനിക്ക് അങ്ങനെ തോന്നും. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്ത് എങ്ങനെയെങ്കിലും വരണം എന്ന് വിചാരിച്ചൊന്നും നടക്കണില്ല. അപ്പോൾ ഇങ്ങനെ ആരെ കാണാന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്തിരിക്കുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ കണ്ടത്. അപ്പോഴാണ് നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു എന്തോ ഇത് നമുക്ക് ക്ലിക്ക് ആകുന്നൊരു തോന്നൽ വന്നു. ഇവിടെ വന്ന ശേഷം ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. തൈറോയ്ഡ് ലെവല് ഞാൻ എത്രയോ ഹോസ്പിറ്റലിൽ നോക്കിയിട്ടുണ്ട് തൈറോയ്ഡ്. പക്ഷേ ആരും തൈറോയ്ഡ് ഇല്ല, മാമന് ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പറയണത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തൈറോയ്ഡ് ലെവൽ വളരെ കുറവാണ്. അതുപോലെ ഫാറ്റി ലിവറിൻ്റെ ഇത് കൂടുതലായിരുന്നു, SCPT അങ്ങനെയുള്ള ഇതെല്ലാം കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചത് ഇത്രയും കാലം ഡയറ്റ് ഫുഡുകൾ, നല്ല ഹെൽത്തി ഫുഡൊക്കെ തന്നെ കഴിച്ചത്. പക്ഷെ എനിക്ക് ശരീരത്തിന് അതൊന്നും എഫക്റ്റ് ആയില്ല. സാറ് പറഞ്ഞെന്ന രീതിക്ക് ഞാൻ ഭക്ഷണം ക്രമീകരിച്ച് ഏത് സമയത്ത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്ന് എനിക്ക് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ കുറയോ, ഇനി ഞാൻ നേരത്തെ കഴിക്കണം അതേ ഭക്ഷണം തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നി. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബോഡി അങ്ങനെ ഫ്രീ ആയ പോലെ നല്ല എനർജറ്റിക് ആയി. എനിക്ക് എന്തോ സന്തോഷം എന്ന് പറയാനില്ല, അതിലും കൂടുതലായിരുന്നു എൻ്റെ ഇതൊക്കെ. മക്കളെന്നെ പറയും, അമ്മ എന്താ ഭയങ്കര ഇതായല്ലോ. ഇതെല്ലാം മാറി എനിക്കിപ്പോൾ നല്ല ഒരു ഏകദേശം 9-10 കിലോൻ്റെ അടുത്ത് ഒരു 4-4.5 മാസത്തിനുള്ളിൽ ഞാൻ കുറഞ്ഞു. ഇനിയും ഒരു 10 കിലോ ഞാൻ കുറയ്ക്കും. നല്ല കോൺഫിഡൻറ്റോടെ ഞാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല ജോയിൻറ്റ് പെയിൻ എല്ലാം മാറി. ഞാൻ നന്നായി കുക്ക് ചെയ്യാൻ തുടങ്ങി, എല്ലാ ജോലിയും ആക്റ്റീവായി ചെയ്യാൻ തുടങ്ങി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നന്നായി ജോലി ചെയ്യാൻ തുടങ്ങി. ഇല്ലെങ്കിൽ എപ്പോഴും കുറച്ച് ചെയ്തിട്ടും കിടക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്പം അതെല്ലാം മാറി നല്ല എനർജറ്റിക്കായി. ഇവിടെ വന്ന ശേഷം ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചിരിക്കാൻ തുടങ്ങി.